തവാഫ് ചെയ്യാൻ വരുന്ന, നിസ്കരിക്കാനും വരുന്ന, അതുപോലെ ഇവിടെ ഇഅ്തികാഫിരിക്കാനും വരുന്ന, ഈ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിമേ, നീ ഒരു ശുദ്ധമായ നല്ല ഒരു പരിശുദ്ധമായ ഭംഗിയുള്ള ഒരു ഭവനം നീ നിർമ്മിക്കണം ഇബ്രാഹിമേ. കഅബ നിർമ്മിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിമേ, നീ തവാഫിന് വരുന്ന, അതുപോലെ ഇവിടെ നിസ്കരിക്കാൻ വരുന്ന, ഇവിടെ ആരാധനാ കർമ്മങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുവരുന്ന ആളുകൾക്ക് വേണ്ടി നീ ഇവിടെ ഒരു ഭവനം നിർമ്മിക്കണം ഇബ്രാഹിമേ. നീയും മകനും ചേർന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ശുദ്ധീകരിക്കുക ബൈത്തി, എന്റെ വീടിനെ, എന്റെ ഭവനത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹു ഇബ്രാഹിം നബിയോട് കഅബാലയത്തെ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും ചേർന്നുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. കഅബ നിർമ്മിക്കാൻ തുടങ്ങി. ഓരോ പടവുകളും പടുത്തുയർത്തുമ്പോ അല്ലാഹു ഇബ്രാഹിം നബിക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ജിബ്രീൽ വന്നിട്ട് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്ഭുതമാണ്. മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ കയറി നിന്ന കല്ല് കഅബയുടെ പരിസരത്ത് തന്നെയുണ്ട്, ചില്ലുകൂട്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ കല്ലിന്റെ പ്രത്യേകത പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അതിനനുസരിച്ച് പടവ് ഇങ്ങനെ ഉയരുമ്പോ ആ കല്ലിങ്ങനെ വായുവിൽ ഉയർന്നു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി കഅബ ഇങ്ങനെ നിർമ്മിക്കുമ്പോ പടവ് ഇങ്ങനെ ഉയരും തോറും ഭൂമിയിൽ നിന്ന് എത്താതെ വരുമ്പോ കല്ലിങ്ങനെ ഉയർന്നു കൊടുക്കുകയാണ്. അതാണ് മഖാം ഇബ്രാഹിമിന്റെ സവിശേഷത. ആ കല്ല് ഇന്നും വളരെ ഭംഗിയായി വൃത്തിയായി ആളുകൾക്ക് കാണുന്ന തരത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ തബറുക്കെടുക്കാൻ വേണ്ടി വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ, ഇബ്രാഹിം നബി കയറി നിന്ന കല്ലിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന കഅബ, ആ കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയപ്പോ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അവിടെ എത്താൻ റബ്ബുൽ ഇസ്സത്താകുന്ന തമ്പുരാൻ നമുക്കൊക്കെ വളരെ വേഗത്തിൽ ഇനിയും അവസരങ്ങൾ തരുമാറാകട്ടെ. നമ്മളത് ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. എത്രയേറെ ആളുകൾ പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് ജോലി ചെയ്തിട്ട് പോലും 10, 12, 15 വർഷങ്ങളായി, പക്ഷെ ഇന്ന് വരെ കഅബയിൽ പോകാൻ കഴിയാത്ത എത്ര പേരുണ്ട് അല്ലേ? ജിദ്ദയിലോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും ജോലി, പക്ഷെ ഇന്ന് വരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം ലൈലത്തുൽ ഖദറിന്റെ അന്ന് 27ാം രാവിന്റെ അന്ന് നമ്മുടെ മഹല്ലത്തിൽ ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഉംറക്ക് പോവാണ്, പ്രത്യേകം ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇപ്പൊ ദുആ ചെയ്യേണ്ടത് ഞാനല്ല, നീ പ്രത്യേകം ദുആ ചെയ്യാം. ഉംറക്ക് പോവല്ലേ, കഅബാലയത്തിന്റെ അടുത്ത് പോവല്ലേ, അപ്പൊ പ്രത്യേകം ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദ്, എന്റെ വലിയൊരു ആഗ്രഹം, ഞാൻ ഇവിടെ വന്നിട്ട് 9 വർഷമായി പോയി. കഅബാലയത്തിന്റെ അടുത്താണ് ജോലി. കഅബാലയത്തിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഉയരമുള്ള ഭാഗത്ത് കയറി നിന്നാൽ കഅബ കാണുന്ന രീതിയിലുള്ള അത്രയും അടുത്താണ് ജോലി. പക്ഷെ ഈ 9 വർഷത്തിനിടയിൽ ഇന്ന് വരെ പരിശുദ്ധ ഹറമിലേക്ക് കടക്കാൻ, കഅബാലയത്തിന് കാണാൻ, ഒന്ന് നഗ്നമായ കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇന്ന് എനിക്കതിന് അവസരം കിട്ടിയിരിക്കണം. നിന്റെ അറബിനോട് പറഞ്ഞു, എന്താണോ ഇതുവരെ എനിക്ക് തിരക്ക്. ഞാൻ പലപ്പോഴും പോകാൻ വേണ്ടി ഉദ്ദേശിച്ച് ഒരുങ്ങുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് പോകാൻ കഴിയില്ല. ഇന്ന് എന്റെ അറബിനോട് പറഞ്ഞു പോയിക്കോളാൻ. അൽഹംദുലില്ലാ, ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചത് ഇന്ന് സഫലീകരിക്കപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 27ാം അന്നാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എത്രയേറെ ആളുകളുണ്ട് സാധ്യമാകാത്ത, പോവാൻ കഴിയാത്ത ആളുകൾ. എന്നാലോ താല്പര്യപൂർവ്വം അതിനുവേണ്ടി ശ്രമിച്ച് പ്രയാസങ്ങൾ സഹിച്ച് എത്തിപ്പെടുന്ന ആളുകൾ എത്ര ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കഴിഞ്ഞ ഉംറക്ക് പോയപ്പോ മക്കയുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, മദീനയുടെയും ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം, ഇപ്പൊ ഔഖാഫ് അടിച്ചിറക്കിയിട്ടുള്ള ഒരു പുസ്തകം, വലിയ കട്ടിയുള്ള ഒരു പുസ്തകം കയ്യിൽ കിട്ടി. മക്കത്തുൽ മുക്കറമ, മദീനത്തുൽ മുനവ്വറ രണ്ടും വിശദമായി അതിന്റെ ചരിത്രങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത് മുതലുള്ള മുഴുവൻ വിവരങ്ങളും
ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, കഅബ വിപുലീകരിക്കാനുണ്ടായ സാഹചര്യങ്ങൾ, ഇന്നും കഅബ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ രഹസ്യങ്ങൾ എല്ലാം ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു അത് മുഴുവൻ വായിച്ചു തീർക്കാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാൻ. വളരെ അത്ഭുതങ്ങളാണ്, വളരെ അത്ഭുതങ്ങളാണ്. അത് വായിക്കുമ്പോൾ പിന്നെയും പിന്നെയും മനസ്സ് പറയും വേഗം ഇനിയും പോകണം, വേഗം ഇനിയും പോകണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഇനിയും തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. വൈകാതെ ഇനിയും പോകാനും പരിശുദ്ധമായ ഉംറയും ഹജ്ജും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെ മരിക്കുന്നതിന് മുമ്പ് സ്വീകാര്യമായ വിധം ഒരിക്കലെങ്കിലും ഉംറയും ഹജ്ജും നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബിയോട് കൽപ്പന കിട്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. മനോഹരമായി കഅബ നിർമ്മിക്കാൻ തുടങ്ങി. ചരിത്രകാരന്മാര് പറയുന്നത്, അന്ന് കഅബ നിർമ്മിച്ചപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലെ ചാരുതയുള്ള മറ്റൊരു ബിൽഡിംഗും മക്കയിലില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് പണി കഴിപ്പിച്ച കഅബ, ആ കഅബയാണത്രേ അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഭംഗിയുണ്ടായത്. കാരണം അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞതാണ്, ഇവിടെ വരുന്ന ആളുകൾക്ക് കൗതുകകരമാകുന്ന രീതിയിൽ, ഇവിടെ വരുന്ന ആളുകൾക്ക് മനോഹരമായി തോന്നുന്ന രീതിയിൽ എന്റെ ബൈത്തിനെ, എന്റെ ഭവനത്തെ വൃത്തിയാക്കണമെന്നാൽ അതിനനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു പ്രത്യേകമായി മനസ്സിൽ തോന്നിപ്പിച്ച ആ കൗതുകകരമായ രീതികൾ പാലിച്ചുകൊണ്ട് ഇബ്രാഹിം കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പണി മുഴുവൻ തീർന്നപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട പാഠം, കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരെ കൊണ്ടാകുന്ന വിധത്തിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ചാരുതയാർന്ന രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ കഅബ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെയും അടുത്തേക്ക് നിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവര് രണ്ടുപേരും നിർമ്മിച്ച ആ ഭവനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ലോക മുസ്ലിംകൾ അന്നു മുതൽ ഇന്നുവരെയും ഈ പ്രാർത്ഥന സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രാർത്ഥനകൾ പറയുന്നുണ്ട്. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത പ്രാർത്ഥന. റബ്ബിനോട് ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥനയാണത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളിതാ കഴിവിന്റെ പരമാവധി ശ്രദ്ധയോടുകൂടി കഅബ നിർമ്മിച്ചിരിക്കുന്നു. റബ്ബേ, നീ കൽപ്പിച്ചതുപോലെ, നീ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് ഞങ്ങളിതാ കഅബ നിർമ്മിച്ചിരിക്കുന്നു. അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. കണ്ടോ, അതാണ് ഒരു മുഅ്മിനിന്റെ മനസ്സ്. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. റമദാൻ വിട പറയുമ്പോ, റമദാൻ മുഴുവൻ പൂർത്തിയാകുമ്പോ നമ്മൾ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഈ റമദാനിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഇമാം ഗസാലി തങ്ങൾ ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ആ റമദാനിനെ വിട പറഞ്ഞു വെക്കുമ്പോ, റമദാനിനെ യാത്രയാക്കുമ്പോ വിശ്വാസി നടത്തേണ്ട പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു